ഇന്ന് എടുക്കുന്നത് യൂണിറ്റ് 2 ആണ്. കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗാന്ധി ആൻഡ് ശ്രീനാരായണ ഗുരു ആണ്. ഈ ഒരു യൂണിറ്റ് എടുക്കുന്നതിനേക്കാൾ മുൻപ് അന്നത്തെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അതായത് അന്നത്തെ സമൂഹത്തിലുണ്ടായ ഒരു സംഭവം, ഈ ഗാന്ധിജി ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം നടന്നത് 1920-ലാണ്. അപ്പോൾ ആ സമയത്ത് അന്ന് കേരളത്തിൽ കടുത്ത ജാതി വ്യവസ്ഥ, പിന്നെ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമാണ് എല്ലാ അവകാശങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാർ ഒരുപാട് സഫർ ചെയ്തിരുന്നൊരു കാലഘട്ടമാണ്. ഈവൻ അമ്പലങ്ങളിൽ പോലും ഉയർന്ന ജാതിക്കാരെ മാത്രമേ പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാർക്ക് റോഡുകളിലൂടെ പോലും നടക്കാൻ വിലക്കുണ്ടായിരുന്നു. അയിത്തം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പം അതുകൂടാതെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ജാതി വ്യവസ്ഥയുടെ ഒരു വളരെ രൂക്ഷമായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് അയിത്തം മാത്രമല്ല, ഇവർക്ക് വിദ്യാഭ്യാസം, തൊഴിലെല്ലാം നിഷേധിച്ചിരുന്നു. മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. ആ സമയത്ത് കുറേ പേരൊക്കെ ക്രിസ്ത്യാനിറ്റിയിലേക്കും ഇസ്ലാമിലേക്കും മാറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ഹിന്ദു മതത്തിൽ താഴ്ന്ന ജാതിയിലേക്കും ഇവർക്ക് അവകാശങ്ങളൊക്കെ നിഷേധിക്കുന്നതുകൊണ്ട് ഇവർ മറ്റുള്ള ജാതികളിലേക്ക് മാറി. ഇവർക്ക് സമ്പത്തവും മാന്യമായ ജീവിതം ലഭിക്കുന്നുള്ള പ്രതീക്ഷയിൽ ആ സമയത്താണ് നമ്മളുടെ ഈ രണ്ട് നേതാക്കന്മാർ തമ്മിലൊരു കൂടിക്കാഴ്ച നടക്കുന്ന ഒരു കാലഘട്ടം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അന്ന് ജാതി വ്യവസ്ഥ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇത്ര വിശാല മനസ്കതയോടുകൂടി രണ്ടുപേരും സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ഇവരുടെ ഒരു ബ്രോഡ് മൈൻഡഡ്നെസ്, വിശാല മനസ്കത നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു യൂണിറ്റിലൂടെ. അപ്പോൾ പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി ആണെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്ന ഒരു കാലഘട്ടം. അദ്ദേഹം ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതായത് വർഗവിവേചനം ആഫ്രിക്കയിൽ അനുഭവിച്ച് അവിടുന്ന് സഫർ ചെയ്ത് പിന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് അങ്ങനെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ഗാന്ധിജിയുടെ ഒരു സമരമുറ തന്നെ നോൺ വയലൻസ് ആയിരുന്നു. അപ്പോൾ രണ്ടുപേരും ഏകദേശം ഒരു സമാന ചിന്താഗതികളുള്ള ആളുകൾ, വ്യക്തിത്വങ്ങൾ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് ഈ ലെസണിൽ കാണിക്കുന്നത്. ഈ കോൺവെർസേഷൻ നടന്നത് 1925-ലാണ്. അപ്പോൾ ആ സമയത്ത് മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വന്നതാണ്. വൈക്കം സത്യാഗ്രഹം നടത്തിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈക്കം ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള റോഡിലൂടെ പോലും താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയിട്ട് KP കേശവൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ് വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഒരു റിസൾട്ടാണ് 1936-ലാണ് ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂർ മഹാരാജാവ് ഡിക്ലെയർ ചെയ്ത്. അതിനുശേഷമാണ് എല്ലാ ജാതിക്കാർക്കും അമ്പലങ്ങളിൽ കയറാനുള്ള അവകാശം കിട്ടിയിരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ്. മഹാത്മാഗാന്ധി വിസിറ്റ് ചെയ്ത സമയത്ത് ഇവർ തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവനോട് ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടായിരുന്നു. ഗുരുദേവൻ മഹാത്മാഗാന്ധിയോട് സാൻസ്ക്രിറ്റിൽ പറയാൻ പറഞ്ഞപ്പോൾ സാൻസ്ക്രിറ്റ് മഹാത്മാഗാന്ധിക്കും ഡിഫിക്കൽട്ടായിരുന്നു. അങ്ങനെ വന്നതുകൊണ്ട് ഇവർക്ക് ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു. N. കുമാരനായിരുന്നു ഇവരുടെ ട്രാൻസ്ലേറ്റർ. അങ്ങനെയാണ് ഇവരുടെ ഒരു സംഭാഷണത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്. ഇതാണ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നമ്മൾക്കിനി ലെസണിലേക്ക് കടക്കാം, അല്ലേ? ഫസ്റ്റ് ഗാന്ധിജിയാണ് തുടങ്ങുന്നത് കോൺവെർസേഷൻ. സ്വാമിജി, ഡു യു തിങ്ക് അൺടച്ചബിലിറ്റി ഈസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ്? ചോദിക്കുന്നത് അൺടച്ചബിലിറ്റി എന്ന് വെച്ചാൽ അയിത്തം, താഴ്ന്ന ജാതിക്കാരെ തൊട്ടാൻ പാടില്ല, തൊട്ടാൽ കുളിക്കണം, അങ്ങനത്തെ ഒരു കാലഘട്ടങ്ങളായിരുന്നു. അപ്പോൾ ഈ ഗാന്ധിജി ചോദിക്കുന്നത്, ഇത് ഹിന്ദുക്കളുടെ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗുരു പറയുന്നത് നോ, ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്വാമി, ഡു യു വോണ്ട് ടു ചേഞ്ച് ഓർ ആഡ് എനിത്തിങ് മോർ ടു ദ പ്രെവലൻറ്റ് സ്ട്രക്ചർ? ഇന്നത്തെ ഈ സാമൂഹിക വ്യവസ്ഥിതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെയും ആൻസർ പറയുന്നത് നോ, ഐ ഹാവ് ലേൺ ദാറ്റ് ഇറ്റ്സ് എ വെൽ റൺ, ഐ തിങ്ക് ദർ ഈസ് നോ നീഡ് ടു ചേഞ്ച് എനിത്തിങ്. ഏകദേശം നല്ല രീതിയിൽ റണ്ണാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. വലിയ മാറ്റങ്ങളൊന്നും സോഷ്യൽ സ്ട്രക്ചറിൽ മാറ്റം വേണ്ട എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയാണ് ചോദിക്കുന്നത്, apart from the abolition of untouchability, what important strategies would you suggest to address the challenges faced by the marginalized communities? Marginalized communities എന്ന് ഉദ്ദേശിക്കുന്നത് താഴ്ന്ന ജാതിക്കാരാണ്. അവരെ ഉയർത്താൻ വേണ്ടിയിട്ട് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്ന് വെച്ചാൽ അയിത്ത നിർമ്മാർജ്ജനം. അതായത് അൺടച്ചബിലിറ്റി എന്ന് വെച്ചാൽ അയിത്തം, തൊടാൻ പോലും പാടില്ല എന്നുള്ള ഒരു ഇതിനാണ് അയിത്തം എന്ന് പറയുന്നത്. അത് തുടച്ചു നീക്കുന്നതോടൊപ്പം വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഈ താഴ്ന്ന ജാതിക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുരുദേവൻ്റെ ഒരു ആൻസറാണ്, ഐ തിങ്ക് ദേ ഷുഡ് ഗെറ്റ് എ പ്രോപ്പർ എഡ്യൂക്കേഷൻ ആൻഡ് ഹാവ് ആക്സസ് ടു വെൽത്ത്. I don't endorse intercaste food or intercaste marriages right away, but they also should be given the opportunity to grow like everyone else. അപ്പോൾ പറയുന്ന മറുപടി വളരെ ഇവരുടെ ഒരു വിശാല മനസ്കതയാണ് കാണിക്കുന്നത്. അതായത്
ഈ അയിത്തം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് അത് മാത്രമല്ല വേണ്ടത്, ഇവർക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം, ഇവർക്ക് ധനം കിട്ടാനുള്ള വരുമാന മാർഗം കിട്ടണം. അതാണ് ഞാൻ പറയുന്നത്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിലല്ല, അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും വിശാലമായിട്ട് ചിന്തിക്കാൻ പറ്റുമെന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഗുരുദേവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഈ അൺടച്ചബിലിറ്റി അയിത്തം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് കാര്യമില്ല, ഇവർക്ക് ജീവിക്കാൻ പണം വേണ്ടേ, അതുകൂടാതെ ഇവർക്ക് ഇവരുടെ ഒരു എന്താ പറയുക എഡ്യൂക്കേഷൻ കിട്ടണം. അന്ന് പോലും ശ്രീനാരായണ ഗുരുദേവൻ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ സോഷ്യൽ റിഫോമേഴ്സിൻ്റെ ഒരു വലിയ മനസ്സാണ് നമ്മൾ അവിടെ കാണുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇന്റർകാസ്റ്റ് ഫുഡ് വേണം, ഇന്റർകാസ്റ്റ് മാരേജ് വേണം എന്നല്ല ഞാൻ പറയുന്നത്, അത്ര അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവർക്ക് ജീവിക്കാനുള്ള അവസരം, മറ്റുള്ള ആളുകളെ പോലെ തന്നെ ഉയരാനുള്ള അവസരം ഇവർക്കും കൊടുക്കണമെന്നാണ് ഗുരുദേവൻ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് അപ്പോൾ ഗാന്ധിജി പറയുന്നത്, സം സേ ദാറ്റ്, ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സം സേ ദാറ്റ് നോൺ വയലൻറ്റ് സത്യാഗ്രഹ ഈസ് ഓഫ് നോ യൂസ് ആൻഡ് ഫോഴ്സ് ഈസ് നീഡഡ് ടു അസേർട്ട് റൈറ്റ്സ്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? അതായത് ഗാന്ധിജി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഗാന്ധിജി ഫോളോ ചെയ്യുന്ന നോൺ വയലൻറ്റ് സത്യാഗ്രഹമാണ്, അതായത് അക്രമരാഹിത്യമായ ഒരു സമരമുറയാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്, അതായത് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടും ഓരോ അവകാശങ്ങൾ നേടിയെടുക്കാനും. അപ്പോൾ ഗാന്ധിജി ചോദിക്കുന്നത്, ചിലർ പറയുന്നു ഇങ്ങനെ അക്രമരാഹിത്യമല്ല വേണ്ടത്, അതായത് നമ്മൾ കുറച്ച് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് വേണം നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നു, ഐ ഡോണ്ട് തിങ്ക് ദ യൂസ് ഓഫ് ഫോഴ്സ് ഇസ് ഗുഡ്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് എന്താ, ഈ ഒരു സമരമുറ തന്നെയാണ് നല്ലത്, ഫോഴ്സ് ഉപയോഗിക്കുന്ന അത്ര നല്ല കാര്യമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഗുരു ഒരിക്കലും ഈ എന്താ പറയുക അക്രമത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡു ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ്, ഇത് ചോദിക്കുന്നത് ഗാന്ധിജിയാണ് കേട്ടോ. ഡു ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് അഡ്വക്കേറ്റ് ദ യൂസ് ഓഫ് ഫോഴ്സ്? ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ ഹിന്ദു പുരാണങ്ങളിൽ ഫോഴ്സ്, അതായത് ഫോഴ്സ് ഉപയോഗിച്ച് കാര്യങ്ങൾ നേടണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അവിടെ ഗുരുദേവൻ്റെ ഇദ്ദേഹം ഒരു മതപണ്ഡിതനായതുകൊണ്ടാണ് മതപരമായ കാര്യങ്ങൾ ചോദിക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. The Puranas depicted that it was necessary for kings and they had used it, but the use of force is not justified in the case of common people. പുരാണങ്ങളിലൊക്കെ രാജാക്കന്മാർ ബലം ഉപയോഗിച്ച് യുദ്ധങ്ങളും പലതും ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ സാധാരണ ജനങ്ങൾ ഫോഴ്സ് ഉപയോഗിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഗുരു ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഗാന്ധിജി ചോദിക്കുന്നു, അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സം കൺസിഡർ കൺവേർഷൻ ആസ് ദ റൈറ്റ് വേ ടു ഗെറ്റ് ഫ്രീഡം. ഡു യു ബിലീവ് സോ? കൺവേർഷൻ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം അവകാശങ്ങൾ നേടാൻ പറ്റാതെ വളരെയധികം പീഡനം അതായത് വളരെയധികം അവഗണന അനുഭവിച്ച താഴ്ന്ന ജാതിക്കാരെല്ലാം ക്രിസ്ത്യാനിറ്റിയിലേക്കും എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ ക്രിസ്ത്യാനിറ്റിയിലേക്കും മുസ്ലിം മതങ്ങളിലേക്കും പോയിരുന്നു. അപ്പോൾ അവർക്ക് ഒരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗാന്ധി ചോദിക്കുന്നത്, ഈ മതപരിവർത്തനമാണോ ഫ്രീഡം കിട്ടാനുള്ള യഥാർത്ഥ ഒരു മാർഗം എന്നാണ് ചോദിക്കുന്നത്. ഡു യു ബിലീവ് സോ എന്ന് ഗാന്ധിജി ചോദിക്കുകയാണ്. അപ്പോൾ ഗുരുദേവൻ്റെ ഒരു ആൻസർ നോക്കിയാൽ, ഇറ്റ് സീംസ് ദാറ്റ് ദോസ് ഹു കൺവേർട്ട് ആർ ഗെറ്റിംഗ് ഫ്രീഡം ദേ കനോട്ട് ബി ബ്ലെയിംഡ് ഓഫ് സെയിങ് ദാറ്റ് കൺവേർഷൻ ഈസ് ഗുഡ്. അതായത് ഇവർ മതപരിവർത്തനം ചെയ്തപ്പോൾ ഇവർക്ക് ഫ്രീഡം കിട്ടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയണ്, ഈ മതപരിവർത്തനം ചെയ്ത ആളുകൾ പറയുന്നു ഈ മതപരിവർത്തനം നല്ലതാണെന്ന് അവർ പറയുമ്പോൾ നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റുമോ? കാരണം അവർക്ക് മതം മാറിയപ്പോൾ അവർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും കിട്ടുന്നുണ്ട്, അപ്പോൾ നമുക്ക് അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇവിടെ കാണിക്കുന്നത് ഗുരുവിൻ്റെ ഒരു വിശാലമായൊരു മനസ്സാണ് കാണിക്കുന്നത്. ഇനി അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനാണ്, ഡു യു തിങ്ക് ദാറ്റ് ഹിന്ദുയിസം ഈസ് ഇനഫ് ഫോർ സ്പിരിച്വൽ സാൽവേഷൻ? ഈ സ്പിരിച്വൽ സാൽവേഷൻ പ്രത്യേകം എടുത്ത് പറയണം കേട്ടോ. അതായത് പണ്ട് കാലത്ത് എല്ലാ മതങ്ങളും എല്ലാവരും വിശ്വസിച്ചിരുന്നത് നമ്മൾക്കൊരു ആത്മാവിന് മോക്ഷം കിട്ടും മരണശേഷം എന്നാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അത് ചിന്തിക്കരുത്. ഇപ്പോൾ സ്പിരിച്വൽ സാൽവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മാവിന് മോക്ഷം കിട്ടുക, അതിനുവേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത്. ഭൂമിയിൽ നല്ല പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ ആത്മാവിന് മോക്ഷം കിട്ടുമെന്നൊരു വിശ്വാസം. അന്നത്തെ ചിന്താഗതി ഇന്നിപ്പോൾ ആളുകൾക്ക് മാറി ചിന്തിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. അന്ന് ഒരു വളരെയധികം എന്താ പറയുക ഇടുങ്ങിയ ചിന്താഗതിയുള്ളൊരു കാലഘട്ടമാണ് എന്ന് ഓർത്തിട്ട് വേണം നമ്മൾ ഈ ലെസൺ മൊത്തം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആൾ ചോദിക്കുന്ന ഒരു കാര്യം, അതായത് ഗാന്ധി ചോദിക്കുന്നത്, ഡു യു തിങ്ക് ദാറ്റ് ഹിന്ദുയിസം ഈസ് ഇനഫ് ഫോർ സ്പിരിച്വൽ സൽവേഷൻ? ഹിന്ദുമതം ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടി ഹിന്ദുമതം തന്നെ ഫോളോ ചെയ്താൽ മതിയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗുരു പറയുന്നത് നോക്കിയേ, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വിശാല മനസ്കത. അതർ റിലിജിയൻസ് ടു ഹാവ് ഡിഫറെൻറ്റ് മീൻസ് ടു സാൽവേഷൻ, ഡോണ്ട് യു തിങ്ക് സോ? മറ്റുള്ള മതങ്ങളിലും ഇതുപോലെ എന്താ പറയുക മോക്ഷത്തിനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളത് ചിന്തിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗാന്ധിജി പറയുന്നത്,
ലെറ്റ്സ് ലീവ് aside what other religions say. Do you think that the Hindu religion is sufficient for salvation? ഞാൻ ചോദിക്കുന്നത് ഹിന്ദു റിലിജിയനെ കുറിച്ചാണ്. ഹിന്ദു മതം ഈ മോക്ഷം കിട്ടാൻ വേണ്ടി ഇത് ഇനഫാണോ, ഇത് മതിയോ എന്നാണ് ചോദിക്കുന്നത്. ഈ ഹിന്ദു മതത്തിലെ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, മോർ ദാൻ ഇനഫ് ബട്ട് പീപ്പിൾ പ്രിഫർ വേൾഡ്ലി ഫ്രീഡം മോർ. അതാണ് വളരെ എനിക്കിഷ്ടപ്പെട്ടൊരു ഏരിയ ഇത് തന്നെയാണ് കേട്ടോ. അതായത് മോക്ഷം കിട്ടാൻ അത് മതി, പക്ഷേ വേൾഡ്ലി ഫ്രീഡം മോർ. ആളുകൾക്ക് പീപ്പിൾ പ്രിഫർ, ആളുകൾക്ക് വേണ്ടത് എന്താ? നമ്മൾ മരണശേഷം മോക്ഷം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഫ്രീഡം കിട്ടണം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഗുരു പറയുന്നത് ജീവിച്ചിരിക്കുന്നവർക്കാണ് പരിഗണന കൊടുക്കേണ്ടത്. മരണശേഷം മോക്ഷത്തിനേക്കാൾ ഉപരി ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ഫ്രീഡവും അവർക്ക് അവരുടെ അവകാശങ്ങളും കിട്ടണം എന്നാണ് ശ്രീനാരായണ ഗുരു പറയുന്നത്. അപ്പോൾ ഗാന്ധിജി ചോദിക്കുന്നത്, untouchability and other customs and add more restrictions to people. Let it be. Do you think that conversion is necessary for spiritual salvation? വീണ്ടും ഗാന്ധിജിയെ ക്വസ്റ്റ്യൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്. അതായത് ശരിയാണ്, അൺടച്ചബിലിറ്റി പോലുള്ള കാര്യങ്ങൾ, അയിത്തം പോലുള്ള കാര്യങ്ങൾ ആളുകൾക്ക് എന്താ പറയുക, കുറേ റെസ്ട്രിക്ഷൻസ് അവരുടെ ലൈഫിൽ കൊടുക്കുന്നു. പക്ഷേ അതിനൊരു പരിഹാരമാണോ മതപരിവർത്തനം എന്നാണ് ഗാന്ധിജിയുടെ ചോദ്യം. വീണ്ടും ചോദിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ഗുരു പറയാണ്, കൺവേർഷൻ ഈസ് നോട്ട് നെസസറി ഫോർ സ്പിരിച്വൽ സാൽവേഷൻ. ഒരു മതപരിവർത്തനം എന്നുള്ളത് സ്പിരിച്വൽ സാൽവേഷന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാ പറയുന്നുള്ളൂ കേട്ടോ, വേണ്ടാന്നൊന്നും പറയുന്നില്ല അദ്ദേഹം. ഇനി അപ്പോൾ ഗാന്ധിജി അടുത്ത ക്വസ്റ്റ്യൻ, വി ആർ സ്ട്രൈവിങ് ഫോർ വേൾഡ്ലി ഫ്രീഡം, വിൽ ഇറ്റ് നോട്ട് ബി ഫുൾഫിൽഡ്? നമ്മൾ ഈ ഭൂമിയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്നുള്ളൊരു അവസ്ഥ, സ്വാതന്ത്ര്യം എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ സ്വാതന്ത്ര്യം പെടും. ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, മതങ്ങളിലുള്ള അടിച്ചമർത്തലിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അസമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെയാണ് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത്. ഒരു അൺഈക്വാലിറ്റി, അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ കോളനൈസേഷൻ, ഇതിൽ നിന്നുള്ള എല്ലാ സ്വാതന്ത്ര്യമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഗാന്ധിജി ശ്രീനാരായണ ഗുരുദേവനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആൻസർ നോക്കിയേ, I will not fail. It will not fail. If you need to be sure about it, you will have to come here again to see its fruition. അതായത് ഒരിക്കലും നമ്മളുടെ ഈ ദൗത്യങ്ങൾ പരാജയപ്പെടില്ല. അതായത് നമ്മൾക്ക് ഉറപ്പായിട്ടും നമുക്ക് എന്താ പറയുക, ഫ്രീഡം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ ഇത്, അതായത് ഫ്രീഡം കിട്ടുമെന്നുള്ള അവസ്ഥ, ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളത് കാണാൻ വേണ്ടിയിട്ട് ഗാന്ധിജിയോട് വീണ്ടും ഇവിടെ വരണം, ഇതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും വരണമെന്ന്. അതായത് ഗുരുദേവൻ ഇവിടെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പറയുകയാണ്, ഉറപ്പായിട്ട് നമുക്ക് ഫ്രീഡം കിട്ടുന്നു. ഫ്രീഡം കിട്ടുമെന്ന് ഉദ്ദേശിച്ചത് ഈ ഇവരിൽ നിന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാരിൽ നിന്ന് മാത്രമല്ല, എല്ലാ ഈ സോഷ്യലായിട്ടുള്ള എല്ലാ എന്താ പറയുക അനാചാരങ്ങളിൽ നിന്നും ഒരു മോചനം കിട്ടുമെന്നാണ് പറയുന്നത്. വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഗുരുദേവൻ പറയുന്നത് അവിടെ, അല്ലേ? ഇനി അപ്പോൾ ഗാന്ധിജി ചിരിച്ചിട്ട് പറയുന്നത്, ഐ ബിലീവ് ദാറ്റ് ഇറ്റ് വിൽ കം ട്രൂ ഇൻ മൈ ലൈഫ് ടൈം ഇറ്റ് സെൽഫ്. ഇറ്റ്സ് ദ അൺടച്ചബിലിറ്റി ഈവൻ എമംഗ് ദ ലോവർ ക്ലാസ്സസ്. ആർ എനിവൺ അലൗഡ് ടു എൻ്റർ ഇൻ സ്വാമീസ് ടെമ്പിൾസ്? അതായത് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു ഫ്രീഡം കിട്ടുമെന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത്. പിന്നെ ചെറിയ ലോവർ ക്ലാസ്സുകളിൽ പോലും അൺടച്ചബിലിറ്റി ഉള്ള ഒരു കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ടെമ്പിള്, അവിടെ ഗുരുദേവൻ്റെ ആ ഒരു മഠത്തിൽ ഈ താഴ്ന്ന ജാതിക്കാരും എല്ലാവരെയും അനുവദിക്കുന്നുണ്ടോ കയറാൻ എന്നാണ് ചോദിക്കുന്നത്. അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് കേട്ടോ. അന്നത്തെ കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥയെ മുറുക്കി പിടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഠത്തിൽ എല്ലാ ജാതിക്കാർക്കും കയറാനുള്ള അവസരം ഉണ്ടോ എന്നാണ് മഹാത്മാഗാന്ധി ചോദിക്കുന്നത്. അപ്പോൾ പറയുന്ന ആൻസർ നോക്കിയേ, of course everyone is allowed to enter. Boys from marginalized communities stay here in the Shivagiri Mutt and learn along with others. They also take part in rituals here. എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും ഈ മഠത്തിൽ കയറാൻ അനുവാദമുണ്ട്. ഈ മറ്റേ താഴ്ന്ന ജാതിയുള്ള ആൺകുട്ടികൾ ഇവിടെ വന്ന് മതപരമായ ചടങ്ങുകളെല്ലാം ചെയ്യുന്നുണ്ട് എന്നാണ്. അത് വളരെ ഒരു വിപ്ലവകരമായൊരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം എല്ലാവരും മറ്റുള്ള മതങ്ങളെ മാറ്റി നിർത്തുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ആ ഒരു സോഷ്യൽ റിഫോമർ എന്നുള്ള പേര് മാത്രമല്ല, അദ്ദേഹം പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുത്തു. എല്ലാ മതങ്ങളും ഒന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്നില്ലേ, വൺ കാസ്റ്റ്, വൺ റിലിജൻ, വൺ ഗോഡ് ഫോർ ഓൾ മാൻ കൈൻഡ് എന്ന് പറയുന്നത് വെറുതെ പറയാൻ മാത്രമല്ല ചെയ്തത്, അദ്ദേഹം പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു എന്നുള്ളതിനൊരു തെളിവും കൂടിയാണിത്. അപ്പോൾ മഹാത്മാഗാന്ധി പറയുന്നു, ഐ എം ഗ്ലാഡ് ടു ഹിയർ ദാറ്റ്. വളരെ സന്തോഷത്തോടു കൂടി മഹാത്മാഗാന്ധി അതിനെ
വളരെയധികം ഹാപ്പി ആയിട്ട് തന്നെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് വിശാലമനസ്കരായ സോഷ്യൽ റിഫോമേഴ്സിൻ്റെ ഒരു കൂടിക്കാഴ്ചയാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇതിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് അടുത്ത സെഷനിൽ പറയാൻ പറ്റും. അപ്പോൾ അടുത്ത ലെസൺസ് അടുത്ത നെക്സ്റ്റ് വീക്കുകളിലായിട്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണുക, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. ഓക്കെ.